ഹലോ, ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോ പറയുമ്പോൾ നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്ന ഫസ്റ്റത്തെ വീഡിയോ ആണ്. ഇന്നൊരു ഈവനിങ് വ്ളോഗ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ക്ലീനിങ് ആണ്. ക്ലീനിങ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ റൂമിന് തന്നെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി ടേബിളിൽ തന്നെ നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഒരു സ്ക്രാച്ച് പഴയ നോട്ട്ബുക്കും എടുത്ത് കണ്ടുള്ള കുറച്ച് പേപ്പേഴ്സും ഒരു ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പറിൽ വെച്ചിട്ട് അതിനൊരു കവർ പേപ്പർ കൊടുത്തിട്ട് അതിനാക്കുന്നതാണ്. നമ്മളെപ്പോഴും ലേസി ആയിട്ടൊന്നും നടക്കാതെ നമ്മളെപ്പോഴും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ എന്തെങ്കിലും നോക്കണം. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് ഒരു ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളതൊക്കെ ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട് ടിക്ക് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും പറ്റും. ഫോണിൻ്റെ റിഡക്ഷൻ കൊടുക്കാനും ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറിയിട്ട് നമുക്ക് നമ്മളെ ലൈഫിൽ നമുക്ക് കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഫസ്റ്റ് ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കും. ആ ടു ഡു ലിസ്റ്റിൽ ഒരു 4-5 കാര്യങ്ങൾ ചെയ്യും. ആ 4-5 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ ഒരു ഇന്ന പെർട്ടിക്കുലർ ടൈം വെച്ചിട്ട് അതിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ തന്നെ ഒരു ചേഞ്ച് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു പ്രൊഡക്റ്റീവായിക്കാണ്ടാണ് നമ്മുടെ ലൈഫ് പോകണം എന്ന് നമ്മൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കൽ മസ്റ്റാണ്. ടു ഡു ലിസ്റ്റിൽ ഞാൻ ഇന്നത്തെ ടുഡേത്തതും ടുമോറോത്തതും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ടുമോറോത്തതും കൂടി ആക്കി കഴിഞ്ഞാൽ നമുക്ക് രാവിലെ നീച്ചിട്ട് നേരെ നമ്മൾ ആ ഒരു റൊട്ടീനിക്ക് നമുക്ക് പോകാൻ പറ്റും. ഇത് നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് നമ്മളെ ലൈഫിൽ ഉണ്ടാക്കും. നമ്മളെ ലൈഫിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ടു ഡു ലിസ്റ്റൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ടു ഡു ലിസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഞാനെൻ്റെ സ്റ്റഡി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മൾ സ്റ്റഡിയാണ് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ഭയങ്കര കളർഫുൾ ആയിക്കാണ്ടുള്ള ഹൈലൈറ്റേഴ്സൊക്കെ നമ്മൾ അടുത്ത് വെക്കുക. ഈ ഹൈലൈറ്റേഴ്സൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് കയ്യെത്തുന്ന സ്ഥലത്ത് തന്നെ വെക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് വരാൻ പറ്റും. ഇതിങ്ങനെ നമ്മൾ പല സ്ഥലത്തുമാണ് നമ്മളിത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുത്ത് ഇവിടെ നിന്ന് എടുത്ത് അവിടെ നിന്ന് എടുത്ത് അപ്പോൾ നമുക്ക് തന്നെ ഒരു ഡിസ്ട്രാക്ഷൻ ഫീൽ ചെയ്തിട്ട് പിന്നെ നമുക്ക് പഠിക്കാൻ തോന്നിക്കൊള്ളുന്നില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും നല്ല കളേഴ്സൊക്കെ യൂസ് ചെയ്യുക. നമ്മൾ പഠിക്കുന്നതിലൊക്കെ കളർഫുള്ളായിക്കാണ്ടുള്ള കളേഴ്സും അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ പഠിക്കാൻ കുറച്ച് ഇൻട്രസ്റ്റ് ഫീൽ ചെയ്യും. മൂന്നാമത്തെ കാര്യം ഒരു സ്റ്റിക്കി നോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ വെക്കുക. അപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്ന് നമ്മൾ മനസ്സിൽ നിൽക്കാത്ത എന്തെങ്കിലും ഒരു വേർഡോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പേരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ അത് കാണുന്ന സമയത്ത് നമുക്ക് മെമ്മറി കൂടുതൽ നമുക്ക് അതൊക്കെ എപ്പോഴും പോയിട്ട് നമുക്കെപ്പോഴും നമ്മുടെ മെമ്മറിയിൽ ആ സംഭവം ഉണ്ടാവും. ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് എനിക്ക് തന്നെ എങ്ങനെ പ്രൊഡക്റ്റീവ് ആവാം അങ്ങനത്തെ കുറച്ച് എങ്ങനെയൊക്കെ ഞാൻ എന്തൊക്കെ എൻ്റെ ലേസി കാര്യങ്ങളാണ് ഞാൻ ഒഴിവാക്കേണ്ടത്, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ കൊണ്ടുവരേണ്ടത് എന്നുള്ളത് ഒരു ലിസ്റ്റായിട്ട് ഉണ്ടാക്കി വെക്കുകയാണ്. ഹൗ ടു ബി പ്രൊഡക്റ്റീവ് ഇൻ മൈ ലൈഫ് അങ്ങനെ ഒരു ഇതുണ്ടാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കി എഴുതി വെക്കുകയാണ്. പിന്നെ ഞാൻ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ആ ബ്രാൻഡിന് എന്തൊക്കെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളത്. നമ്മുടെ ലൈഫിൽ ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലാതെ 1-2 ദിവസം നമ്മൾ അതിനോട് ചിന്തിച്ചിട്ട് ഓക്കെ അത് സ്കിപ്പാക്കാം അത് വിടാം അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ തന്നെ ടൈം കണ്ടെത്തി നമ്മൾ തന്നെ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ തന്നെ നമ്മളെ ലൈഫിൽ എന്തെങ്കിലും ആവാൻ നോക്കണം. അപ്പോഴേ നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റ് ഫീൽ ചെയ്യുള്ളൂ. നമ്മളെ ലൈഫിൽ നമ്മളെപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഫസ്റ്റ് പ്രയോറിറ്റി പറയുമ്പോൾ നമുക്ക് നമ്മൾ തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റും വേണം. പിന്നെ നമുക്ക് നമ്മളോട് തന്നെ ഒരു സെൽഫ് ലവും വേണം. സെൽഫ് റെസ്പെക്റ്റിനേക്കാളും സെൽഫ് ലവാണ് നമുക്ക് വേണ്ടത്. സെൽഫ് ലവ് ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് നമ്മളോടൊരു ടൈം നമുക്ക് വേണ്ടിയിട്ട് ടൈം കണ്ടെത്താനും നമുക്ക് വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ നമുക്കൊരു ഇഷ്ടം തോന്നുന്നു. ഇപ്പോൾ ഞാൻ കറൻ്റ്ലി ചെയ്തുകൊണ്ട് പോകുന്ന സംഭവമാണ് ഞാൻ എന്തെങ്കിലും DIY അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ടൈം കൊടുക്കലാണ് അവിടെ നമ്മുടെ ക്രിയേറ്റിവിറ്റി അങ്ങനെ വെച്ചിട്ട് ചെയ്യാനുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ചെയ്തതാണ് ഒരു ചെറിയൊരു ഫ്രെയിമാണ് ചെയ്തിട്ടുള്ളത്. അതെനിക്ക് സ്ക്രാച്ചിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഫ്രെയിമാണ്. അത് പറയുമ്പോൾ ഫ്രെയിമൊന്നും അല്ല, അതിലിങ്ങനെ ഒരു ലോക്കറ്റും ഒരു ഇതൊക്കെ വെച്ചിട്ടുള്ളതിന് ഇപ്പം ഞാൻ അതിൽ സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ട് എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയിൽ ചെയ്ത് വെച്ചതാണ് അത്. പിന്നെ ഞാൻ ഓർഗനൈസിങ്ങാണ് ചെയ്യുന്നത്. ഓർഗനൈസിങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ ഓൾമോസ്റ്റ് ഒന്ന് റെഡി ആയിട്ടുണ്ട്, എല്ലാം സെറ്റായിട്ടുണ്ട്. ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇപ്പോൾ ഒരു എക്സ്ട്രാ സ്റ്റിക്കർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ആ ഫ്രെയിം ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഞാൻ അതിൽ വീണ്ടും ആ സംഭവങ്ങളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ടു ഡു ലിസ്റ്റും ഞാൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.